70 പേരെ യേശു അയക്കുമ്പോൾ ആ 70 പേർ ശുശ്രൂഷിച്ച് മടങ്ങി വരുന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ്. ലൂക്കോസ് 10-ാം അധ്യായത്തിലെ 70 പേർ ശുശ്രൂഷിച്ച് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവർ വലിയ കാര്യമൊന്നും ചെയ്തില്ല, ഇവർ വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇവർ ചെന്നു ദേശത്ത് കാലുകുത്തി, ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി, ഭയങ്കര വിടുതലുകൾ നടന്നു. ഈ 70 പേർ മടങ്ങി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്: ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക മണ്ഡലങ്ങൾ കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. പൈശാചിക മണ്ഡലങ്ങൾ കീഴടങ്ങുന്നത് ഞാൻ കണ്ടു. സത്യത്തിൽ ഒരു മിനിസ്ട്രിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞ ഇതായിരിക്കണം: ദേശത്ത് വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ കീഴടങ്ങണം. ഹല്ലേലൂയ. അപ്പോൾ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് യേശുവിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ ആ ദേശത്ത് കാലുകുത്തുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കണ്ണുകൾ എത്ര ഭയങ്കരമല്ലേ! കർത്താവിൻ്റെ കണ്ണുകൾ എത്ര ഭയങ്കരമല്ലേ! അപ്പോൾ കർത്താവിൻ്റെ കണ്ണുകൾ അസാധാരണമാണ്. ഇവരെ പറഞ്ഞു വിട്ടപ്പോൾ തൊട്ട് കർത്താവിൻ്റെ കണ്ണ് അവരുടെ കൂടെയുണ്ട്. പടകിൽ തിര കയറുമ്പോൾ യേശു ആ പടകിലേക്ക് കടലിൽ നടന്നു വരുമ്പോഴും ഗിരിമുകളിൽ ഇരിക്കുമ്പോഴും കർത്താവിൻ്റെ കണ്ണുകൾ ഈ ശിഷ്യരുടെ കൂടെയാണ്. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവിൻ്റെ കണ്ണുകൾ നിങ്ങളുടെ കൂടെയുണ്ടെന്നൊരു ഉറപ്പ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അഭിഷക്തന്മാരോടും സഭയോടും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങളുടെ ലീഡർഷിപ്പിൻ്റെ ഹൃദയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു അറിവും, അപ്പോൾ തന്നെ നിങ്ങളുടെ ലീഡർഷിപ്പിൻ്റെ ഹൃദയവും നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഒരു ആത്മതലത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് ഒരു വ്യക്തി കയറുന്നത് ആമേൻ ആമേൻ ഹൃദയം വഹിക്കുന്നവർക്കാണ്. എവിടേക്കോ കർത്താവ് കൊണ്ടുപോകുന്നു. ചില വിടുതലുകൾ നടക്കട്ടെ. ഗേഹസി നയമാന്റെ പുറകെ ഓടി സമ്പത്തുമായി തിരിച്ചു വരുമ്പോൾ എലീശ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ പോകുമ്പോൾ എൻ്റെ ഹൃദയം നിന്റെ കൂടെ വന്നില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ചർച്ചിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുമ്പോൾ, ഈ ശുശ്രൂഷയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുമ്പോൾ, ഇവിടുത്തെ ഹോളായിരിക്കരുത് നിങ്ങളുടെ ഹൃദയത്തിൽ, ഈ അഭിഷക്തന്റെ ഹൃദയമായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ. ഒരാമയം പറയാൻ പറ്റുമെങ്കിൽ. ഗേഹസിയോട് ചോദിക്കുന്നൊരു ചോദ്യം: എൻ്റെ ഹൃദയം നിന്റെ കൂടെ വന്നില്ലേ? എൻ്റെ ഹൃദയം നിന്റെ കൂടെ വന്നില്ലേ? എൻ്റെ ഹൃദയം നിന്റെ കൂടെ വന്നില്ലേ? നിങ്ങൾ പോകുന്ന എല്ലാ ഇടങ്ങളിലും ഈ ദൈവ മനുഷ്യൻ്റെ ദർശനം, ഈ ദൈവ മനുഷ്യൻ്റെ ആമേൻ ഹൃദയത്തിലുള്ള തേങ്ങലുകൾ, ആത്മഭാരം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ പെട്ടെന്ന് സഭകൾ വളരും, പെട്ടെന്ന് ഉണർവുകൾ നടക്കും. കൈകളെ ഉയർത്തി ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനൊരു പകർച്ച വ്യാപരിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ കണ്ണുകൾ ഈ ശിഷ്യന്മാരുടെ കൂടെ. എന്നിട്ട് പറയാണ്: ഞാൻ നിങ്ങളെ പട്ടണത്തിൽ കാലുകുത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
നിങ്ങൾ പ്രസംഗിക്കുകയല്ല, നിങ്ങൾ ആ പട്ടണത്തിൽ കാലുകുത്തുമ്പം ഞാനൊരു കാഴ്ച കാണുകയായിരുന്നു. എന്തായിരുന്നു? ആകാശത്ത് നിന്ന് മിന്നലുകളെ പോലെ സാത്താൻ വീഴുന്നത് ഞാൻ കണ്ടു. ആകാശത്ത് നിന്ന് മിന്നലുകൾ പോലെ സാത്താൻ വീഴുന്നത് ഞാൻ കണ്ടു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആ ദേശത്ത് കാലുകുത്തിയപ്പോൾ ആത്മമണ്ഡലത്തിൽ ഒരു ഷെയ്ക്ക് സംഭവിച്ചു. എത്ര പേര് ആമേൻ പറയുന്നു? ആത്മമണ്ഡലത്തിൽ ഒരു ഇളക്കം സംഭവിച്ചു. അവിടെ കുടിയിരുന്ന, അവിടെ നാളുകളായി തുടർന്ന ചില ഇരുട്ടിന്റെ കെട്ടുകൾ അവിടെ പൊട്ടി, അവിടെ തകർന്നു, അത് താഴെ വീണു. ദേശത്തെ പിടിച്ചു വെക്കുന്ന, വ്യക്തികളെ പിടിച്ചു വെക്കുന്ന, പ്രത്യേക കുടുംബങ്ങളെ പിടിച്ചു വെക്കുന്ന ചില അന്ധകാര വ്യാപാരങ്ങൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ പൊട്ടപ്പെടട്ടെ, വെട്ടപ്പെടട്ടെ. എത്ര പേർ കർത്താവിനെ കരങ്ങൾ തട്ടി ആമേൻ പറഞ്ഞു? ഞാൻ ആത്മാവിൽ ഇന്ന് പ്രവചിക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ ഷേക്ക് ചെയ്യണം. ആത്മമണ്ഡലത്തെ ഒന്ന് ഇളക്കണം. ആത്മമണ്ഡലത്തെ ഒന്ന് കുലുക്കണം. ഈ ചർച്ചിന്മേൽ അങ്ങനത്തെ ഒരു അഭിഷേകം ഞാൻ ആത്മാവിൽ കാണുന്നു, ഞാൻ ആത്മാവിൽ അറിയുന്നു, ഞാൻ ആത്മാവിൽ മനസ്സിലാകുന്നു. ഒരു വലിയ ഷേക്കിംഗ്. ഹല്ലേലൂയ. എല്ലാ പ്രസംഗങ്ങളും ആത്മമണ്ഡലത്തിൽ ഒന്നും നടത്തുന്നില്ല, പല പ്രസംഗങ്ങളും. പക്ഷെ ചിലരുടെ ഹല്ലേലൂയ, ചിലരുടെ പാദസ്പർശങ്ങൾ പൈശാചിക മണ്ഡലത്തിന്റെ ഇരിപ്പിടങ്ങൾ ഇളക്കും. അങ്ങനത്തെ ഒരു ദൈവകൃപ ഈ ചർച്ചിന്മേലുണ്ട്. നിങ്ങൾ അത്ഭുതങ്ങളെ കാണും, നിങ്ങൾ മിറക്കിൾസുകളെ കാണും, നിങ്ങൾ ഡെലിവറൻസുകൾ കാണും, നിങ്ങൾ പുതിയ പുതിയ ദൈവപ്രവർത്തികൾ തുറക്കുന്നത് കാണും, ദേശങ്ങൾ കെട്ടുപൊട്ടുന്നത് നിങ്ങൾ കാണും, ദേശത്തിന്റെ കുടിയിരിപ്പുകൾ ഇളകുന്നത് നിങ്ങൾ കാണും. ദൈവത്തിന്റെ ചില വലിയ ദൈവപ്രവർത്തികൾ ഈ ചർച്ച് മുഖാന്തരം ദേശങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ അത് ഡിക്ലെയർ ചെയ്യുകയാണ്. ആമേൻ, ആമേൻ. കർത്താവ് അത് ചെയ്യട്ടെ, കർത്താവ് അത് ചെയ്യട്ടെ. അപ്പോൾ ആത്മമണ്ഡലത്തെ ഷെയ്ക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ഇവിടെ. അങ്ങനെ ഒന്നുണ്ട്. പ്രാർത്ഥന കൂടട്ടെ. ആമേൻ. ദർശനം വർദ്ധിക്കട്ടെ. കർത്താവ് അത് ചെയ്യട്ടെ. ആമേൻ. ഒരു വളരെ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ കർത്താവിനോട് പറയുന്നു, ധൈര്യപ്പെടുത്താൻ കർത്താവിനോട് പറയുന്നു. സുപരിതമായൊരു വചനഭാഗം, എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം, അതിൻ്റെ ലാസ്റ്റ് വേർഡ്, 40-ാമത്തെ വാക്യം. ഇന്നത്തെ കർത്താവ് നിങ്ങളുമായി പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശം അതാണ്. അവർ നമ്മളെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മ പറയുന്നൊരു ദൂത്, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് ദൈവം ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാമൻ പറഞ്ഞു. ചില സമയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എനിക്കൊന്നും ഇല്ലേ. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ബ്യൂട്ടിഫുള്ളായത്, ഏറ്റവും ആമേൻ ശ്രേഷ്ഠമായതൊന്ന് നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി, നിങ്ങളുടെ ലൈഫിന് വേണ്ടി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി, നാളുകൾക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നു. ഏറ്റവും നല്ലത്. അപ്പം എനിക്കിന്ന് ഈ വചനമാണ് പങ്കുവെക്കാൻ തന്നത്.
ഇതിനകത്തെ കോണ്ടസ്റ്റ് ഒന്നും പറയാൻ എനിക്ക് സമയമില്ല. ഈ കോണ്ടസ്റ്റ് എല്ലാം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സമയം പോകും. ആമേൻ. അതിന് മുമ്പും പിമ്പും ഇത് ഈ പലപ്പോഴും ഞാനൊക്കെ പ്രസംഗിക്കുമ്പോൾ കോണ്ടസ്റ്റ് ഒന്നും പ്രസംഗിക്കത്തില്ല. ഈ കോണ്ടസ്റ്റ് പ്രസംഗിക്കുമ്പോൾ 2 മണിക്കൂർ പോകും. ആമേൻ. അതറിഞ്ഞിട്ടിപ്പോൾ നമുക്ക് എന്നാ കാര്യം? കേട്ടില്ല. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊരു റീമ തരാൻ വേണ്ടിയാണ്, ഒരു 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 ദൂത് തരാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ കോണ്ടസ്റ്റ് മേളിലും താഴെയെല്ലാം പ്രസംഗം ചേരുമ്പോൾ തന്നെ സമയം തീരുകയും ചെയ്യും, റീമ കിട്ടത്തുമില്ല. ആമേൻ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്നൊരു പദം മാത്രമാണ് എടുക്കുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും ബെസ്റ്റ് ദൈവത്തിൻ്റെത്. നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും ബെസ്റ്റ് ദൈവം വെച്ചേക്കുന്നത്. അത് മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, അത് ആരോഗ്യമായിക്കൊള്ളട്ടെ, എന്തായിക്കോട്ടെ, ഏറ്റവും ബെസ്റ്റ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. തീർന്നു പോയെന്നൊന്നും ചിന്തിക്കരുത്, അവസാനിച്ചു പോയെന്നൊന്നും ചിന്തിക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവം എനിക്ക് വേണ്ടി ഏറ്റവും നല്ലത് എന്ത് ചെയ്തിരിക്കുന്നു? മുൻകരുതിയിരിക്കുന്നു. നല്ല മിനിസ്ട്രി, നല്ല ഫാമിലി, നല്ല ഹെൽത്ത്, നല്ല ഫ്യൂച്ചർ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. ആമേൻ. അല്ലാതെ ആമേൻ, അല്ലാതെ അതെ, സ്തോത്രം. ആമേൻ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ സീസണൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഈ കശുമാവൊക്കെ ഇങ്ങനെ കടിച്ച് കിടക്കുന്നതാണ്. അതുപോലത്തെ ഒന്നുമല്ല, വവ്വാല് കടിച്ചതൊന്നുമല്ല നിനക്ക് ദൈവം വെച്ചേക്കും. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്, ലേറ്റസ്റ്റ് ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. ആമേൻ. ഇത് വിശ്വാസത്തെക്കുറിച്ചാണ്, രക്ഷയെക്കുറിച്ചാണ്, നിത്യതയെക്കുറിച്ചാണ്, തേജസ്സിനെക്കുറിച്ചാണ്. അതൊക്കെയാണ് അതിൻ്റെ സത്യം. പക്ഷെ ഇന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈ ദൂത് തരികയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ തൊട്ടു മുകളിലത്തെ വാക്യത്തിലും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്. അതിൻ്റെ 11-16 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വചനം പറയുന്നത്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ. അപ്പോൾ ഈ ഇറങ്ങി തിരിച്ചവരുടെ അകത്ത് ഒരു മനോഭാവമുണ്ട്. എന്താ മനോഭാവം? അധികം നല്ലതിനെ, നല്ലതിനെ. അടുത്തത് അത് കുറച്ചും കൂടെ മുകളിലോട്ട് കയറ്റി പറയാണ്, സ്വർഗീയമായതിനെ തന്നെ അവർ കാംക്ഷിച്ചിരുന്നു. അപ്പം ദൈവം അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളതിനെ കാംക്ഷിക്കുകയും വേണം. ഇത് രണ്ടും കൂടെ ഒരുമിക്കുമ്പോഴാണ് ഇതിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ വേണ്ട വേണ്ട എന്ന് പറയുമ്പം ദൈവത്തിന് ഇത് തരാനും പറ്റത്തില്ല. ആമേൻ. കേട്ടോ കേട്ടോ, ഒരു ആമേൻ പറയാമോ? വേണ്ട വേണ്ട എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിന് അതിലേക്ക് നമ്മെ കയറ്റാനും പറ്റത്തില്ല. അപ്പോൾ അവരുടെ ഹൃദയത്തിനകത്തും ഏറ്റവും നല്ലത് അവർ കാത്തിരിക്കുന്നത്, അവർ ഏറ്റവും നല്ലത് കാംക്ഷിക്കുന്നത്. ദൈവം അവർക്ക് തരാനിരിക്കുന്നതും ഏറ്റവും നല്ലതാണ്. അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിക്കുമ്പോഴാണ് ഒരു സക്സസ് ആയ ആത്മീയ ജീവിതത്തിലേക്കായിക്കൊള്ളട്ടെ, ഭൗതിക ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഒരുവനെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയവും നിങ്ങളുടെ ഹൃദയവും ഒരുമിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അവർ ഏറ്റവും നല്ലത് കാംക്ഷിച്ചു, ദൈവവും ഏറ്റവും നല്ലത് കൊടുക്കാനിരിക്കുന്നു. അവിടെയാണ് ജയം. എനിക്ക് എങ്ങനെയാണ് ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നല്ലത് നിങ്ങൾ കാംക്ഷിക്കുക. ആമേൻ. നിങ്ങളുടെ പാസ്റ്ററെ പോലെ സെക്കൻഡ് ഹാൻഡ് ഒന്നും നോക്കരുത്, നല്ലത് കാംക്ഷിക്കുക. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. നല്ലത്, നല്ലത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ മൈൻഡും ദൈവത്തിൻ്റെ മൈൻഡും ഒരുപോലെ ആകുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചൊരു കാര്യമുണ്ട്. യേശു ഇങ്ങനെ പടകിലൂടെ ഈ വെള്ളത്തിലൂടെ നടന്നു വന്നിട്ട് മുമ്പോട്ട് പോകാൻ ഭാവിച്ചു. യേശുപ്പ ആ വെള്ളത്തിലൂടെ നടന്നു വന്ന് തന്നെ ഇവനെ വിടുവിക്കാനാ. പക്ഷെ ചെന്ന് കൈ പിടിച്ചൊന്നും അവനെ വിടുവിക്കുന്നില്ല. കർത്താവ് ചുമ്മാ കൂളായിട്ട് നടന്നു പോവുക. കാരണം കർത്താവിൻ്റെ ഉള്ളൊരു കാര്യമുണ്ട്, ഇവൻ വിളിക്കണം ഒരു വിടുതലിന് വേണ്ടി.
അല്ല ഞാനിങ്ങനെ വെള്ളത്തിൽ മുങ്ങി ചത്തോളാന്ന് പറഞ്ഞാൽ നീ ചാകത്തേ ഉള്ളൂ. കേട്ടില്ല? അപ്പൊ കർത്താവ് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ഭാവിക്കുക. രണ്ട് ഭാഗത്ത് ഇക്കാര്യമുണ്ട്. കാരണം ആ വാക്യം ഒന്ന് നോക്കിക്കേ. എന്തോ ഇതിനകത്തൂടെ കർത്താവ് സംസാരിക്കുന്നല്ലോ. ഹോ ഹോ ജീസസ്. ആമേൻ. മാർക്ക് 6:48. ഒന്ന് വായിക്കാമോ? കേട്ടോ, അവരെ കടന്നു പോകാൻ എന്ത് ചെയ്തു? ഭാവിച്ചു. ഈ വന്നതും നടന്നതെല്ലാം ഇവനെ വിടുവിക്കാനാ. എന്നിട്ടും കർത്താവ് എന്തിനാ ഈ പരിപാടി കാണിക്കണേ? ഹലോ, നിങ്ങൾ കേട്ടല്ലോ? വന്നതും ഇതിൻ്റെ പുറത്ത് നടന്നു വന്നതെല്ലാം എന്തിനു വേണ്ടിയാ? ഈ പത്രോച്ചാനെ വിടുവിക്കാനാ, ഈ തോമാനെ വിടുവിക്കാനാ, ഈ മത്തായെ വിടുവിക്കാനായി വന്നേ. പക്ഷെ എന്നിട്ട് കർത്താവ് പറയാണ് മുമ്പോട്ട് പോകാൻ, കടന്നു പോകാൻ ഭാവിച്ചു. അതെന്താണ്? അവിടെ എങ്ങനെ ഇരിക്കുന്നവരെ ഒന്നും വിടുവിക്കാനല്ല, അതിൻ്റെ ഇടയിൽ ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ഒന്ന് വിളിക്കുന്നവരെ, ആഗ്രഹിക്കുന്നവരെ. അതിൻ്റെ അർത്ഥം എന്താണ്? സാഹചര്യങ്ങളിൽ നിങ്ങൾ അമരരുത്, തുടരരുത്. അതിൻ്റെ നടുവിൽ നിന്ന് പുറത്തു വരാൻ നിനക്കൊരു നിലവിളി ഉണ്ടെങ്കിൽ ഉറപ്പായും നിന്നെ വിടുവിക്കാൻ ദൈവമുണ്ട്. അതെൻ്റെ വിധിയാണ്, അതെൻ്റെ കഷ്ടമാണ്, അത് ദൈവം എനിക്ക് വെച്ചതാണ്, ഞാൻ ഇവിടെ തന്നെ തീരുവെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ കടന്നങ്ങ് പോകും. കാരണം അവൻ ഒറ്റ ലക്ഷ്യമുള്ളൂ, നിനക്ക് വിടുതൽ വേണം. നിന്നെ ഈ കുഴിയിൽ നിന്ന് കയറ്റണം, നിന്നെ ഈ ആഴിയിൽ നിന്ന് കയറ്റണം. അതിനവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. അവിടെ നിന്നിൽ നിന്ന് ഒരു നിലവിളിയും കൂടെ ഉയരുമ്പോൾ നീ കരയിലെത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞതിൻ്റെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളൊരു വിടുതൽ ആഗ്രഹിക്കണം, നിങ്ങളൊരു സൗഖ്യം ആഗ്രഹിക്കണം, നിങ്ങളൊരു ഉയർച്ച ആഗ്രഹിക്കണം, നിങ്ങളൊരു അത്ഭുതം ആഗ്രഹിക്കണം. നിങ്ങളത് ആഗ്രഹിച്ച് ദൈവത്തോട് അടുത്താൽ അവൻ നിങ്ങളെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി നിങ്ങളെ കരയിലെത്തിച്ചിരിക്കും. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നിട്ട് അവൻ മുൻപോട്ട് പോകാൻ ഭാവിച്ചു. അവൻ്റെ കാലുകൾ മുമ്പോട്ടാണെങ്കിലും കാതുകൾ പുറകോട്ടാ. ഒന്ന് വിളിക്കോ, ഒന്ന് വിളിക്കോ, ഒന്ന് വിളിച്ചാൽ നിൽക്കും, കൂടെ ചെല്ലും, കണ്ണു തുറക്കും, തിരിച്ചുവിടും. ഹല്ലേലൂയ. കാരണം നിന്റെ അകത്തുനിന്നുള്ളൊരു തേങ്ങലുണ്ടല്ലോ, അത് ദൈവം കാത്തിരിക്കുക. യഹോവയുടെ വചനം നിർമ്മല വചനം, അത് തീയിൽ ഊതിക്കഴിച്ച 7 പ്രാവശ്യം ശുദ്ധീകരിച്ച പൊന്നുപോലെയാണ് ആ വചനം. സ്തോത്രം. ആരെങ്കിലും രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നുണ്ടെങ്കിൽ അവനെ അവൻ വിടുവിച്ചിരിക്കും. ഞാൻ ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, നിങ്ങളൊരു വിടുതൽ കാംക്ഷിക്കണം, നിങ്ങളൊരു അത്ഭുതം കാംക്ഷിക്കണം, നിങ്ങളൊരു ഉയർച്ച കാംക്ഷിക്കണം. നിങ്ങളത് കാംക്ഷിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ അവിടേക്ക് എത്തിച്ചിരിക്കും. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. മോനെ, എനിക്കറിയില്ല കർത്താവ് എങ്ങനെ നയിക്കുന്നു കേട്ടോ. ആമേൻ. ഞാൻ നല്ലൊരു മെസ്സേജ് നിനക്ക് തരണം എന്നൊക്കെ ഓർത്താ വരുന്നത്. എൻ്റെ ഇപ്പോഴത്തെ പോക്കെ കണ്ടിട്ട് അങ്ങനെയൊന്നും നടക്കുന്ന ലക്ഷണമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു ദൂത് ഇതാണ്, ഏറ്റവും നല്ലത് ഈ ദൈവം തൻ്റെ ജനത്തിന് തരുന്നത് ഏറ്റവും നല്ലതാണ്. ആമേൻ പറഞ്ഞാട്ടെ. ദൈവം തൻ്റെ ജനത്തിന് തരുന്നത്, ഉറക്കെ പറഞ്ഞോ, ഏറ്റവും നല്ലതാണ്. പുറപ്പാട് പുസ്തകത്തിലൊരു വചനമല്ലേ, പുറപ്പാട് പുസ്തകത്തിലൊരു വചനം, പുറപ്പാട് 3:8. ഹല്ലേലൂയ. കേട്ടെ, 3:8 ഒന്ന് വായിച്ചേ.
കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അവരെ മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, എന്നിട്ട് വീണ്ടും പറയുകയാണ്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയം ഇതാണ്. ദൈവം നിന്നെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ഇടത്തേക്കാണ്. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ് വിശാലമായ ഇടത്തേക്കാണ്. എന്നിട്ട് വീണ്ടും പറയാണ് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എത്ര വിശദീകരണമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിന്റെ ഇടുക്കങ്ങളെ മാറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു, നിന്റെ ഞെരുക്കങ്ങളെ മാറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു, നിന്റെ മാറകളെ മാറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു, നിന്റെ ക്ഷീണങ്ങളെ മാറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി അത് ഏറ്റെടുത്താട്ടെ. ഞാൻ അതിനാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തെ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയതും വിശാലവുമായതും നല്ലതും വിശാലതുമായ ഒന്നിലേക്ക് ദൈവം നിങ്ങളെ നടത്തുകയാണ്. ആമേൻ. അതവൻ്റെ ഹൃദയമാണ്, അതവൻ്റെ ഇഷ്ടമാണ്. നിങ്ങളത് ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ആരോഗ്യപരമായും മെന്റലിയും നിങ്ങളെ ആ ഒരു തലത്തേക്ക് ദൈവം കയറ്റിയിരിക്കും. ആമേൻ. ദൈവത്തിന്റെ ഹൃദയം അതാണ്, നല്ലതും വിശാലവും. ആമേൻ, ആമേൻ. നല്ലതും വിശാലതും, പാലും തേനും. ഗ്ലോറി, ഗ്ലോറി. ആരും അനുഭവിക്കാത്തത് നീ അനുഭവിക്കണം, ആരും പ്രാപിക്കാത്തത് നീ പ്രാപിക്കണം, ആർക്കും ലഭിക്കാത്തത് നിനക്ക് ലഭിക്കണം, ആർക്കും കിട്ടാത്തത് നിനക്ക് കിട്ടണം. ഇത് ഒരപ്പന്റെ ഹൃദയമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നെങ്കിൽ നീ ഇദ്ദേഹത്തെ ദൈവമായിട്ട് കാണരുത്, ഇദ്ദേഹത്തെ നിന്റെ അപ്പനായിട്ട് കാണണം. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്രവരുണ്ട്? കുറച്ച് പേരേ ഉള്ളൂ. അതാണ്, അത് അപ്പന്റെ ഹൃദയം. ഇവിടെ നല്ലതും വിശാലവും പാലും തേനും ഒഴുകുന്നതും, പാറയിൽ നിന്ന് പാല് ഒഴുകുന്നതും, അവൻ ഉപജീവിക്കാൻ ഒന്നിന് കുറവില്ലാത്തതും, പാറകൾ താമ്രമായിരിക്കുന്നതും മലകൾ സ്വർണമായിരിക്കുന്നതുമായ സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം കിട്ടുമ്പോൾ എന്നെ നീ മറക്കില്ല. അത് നിന്റെ കാര്യമാണ്. എല്ലാം കിട്ടുമ്പോൾ നീ എന്നെ എന്ത് ചെയ്യരുത്? ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. ഇന്ന് ആ കട ഉള്ളപ്പോൾ ഈ ഇരിക്കുന്ന ആരാധനയുണ്ടല്ലോ, ഇന്ന് ഈ വഴി അടഞ്ഞപ്പോൾ ഉള്ള ഈ ആരാധനയുണ്ടല്ലോ, ഇന്ന് ഈ വാടക വീട്ടിൽ കിടക്കുമ്പോൾ ഉള്ള ഈ ആരാധനയുണ്ടല്ലോ, അത് ദൈവം തന്നെ ഉയർത്തുമ്പോഴും ഉണ്ടായിരിക്കണം. ആ ഒരൊറ്റ കണ്ടീഷനാണ്, എന്നെ മറക്കരുത്. കേട്ടോ, ദൈവത്തിന് എല്ലാം തരാൻ ആഗ്രഹമാണ്, പക്ഷെ ഒറ്റ കാര്യം നിന്നോട് പറയാനുണ്ട്, എന്നെ എന്ത് ചെയ്യരുത്, അത് നീ എഗ്രി ചെയ്യണം. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും, കേട്ടോ കേട്ടോ, ഞാനും ആ അവകാശത്തിലേക്ക് കയറിയിട്ട് എല്ലാം അളന്ന ശേഷം ജോലിയെല്ലാം തീർത്ത് കഴിഞ്ഞ് യോശുവ പറയാണ്, ഇനി എൻ്റെ ഒരു മിനിസ്ട്രി തുടങ്ങുക. അത് വേറെയൊന്നുമല്ല, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഗ്ലോറി. ദൈവം എത്ര ഉയർത്തിയാലും, ദൈവം എത്ര വളർത്തിയാലും, സ്തോത്രം, നിങ്ങളുടെ ലൈഫിൽ അവനെ മറക്കല്ല. ആമേൻ, ആമേൻ. എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിളായൊരു മെസ്സേജായിട്ട് തോന്നുന്നു, പക്ഷേ എന്തോ ഇതിനകത്തോടൊരു ദൈവഹൃദയമുണ്ട്. ദൈവം ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശം കർത്താവ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ ആ ദേശം പ്രാപിക്കാൻ വേണ്ടി പോകുകയാണ്. ഈ ദേശം പ്രാപിക്കാൻ വേണ്ടി അങ്ങനെ പോയി, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. ഇങ്ങനെ പോയി 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 ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോ മോശ 12 പേരെ തിരഞ്ഞെടുത്ത്
ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് കാണാൻ പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഈ 12 പേർ അവിടേക്ക് പോകുന്നൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. സംഖ്യ 13-ാം അധ്യായത്തിലൊരു വാക്യമാണ്. സംഖ്യ 13 അതിൻ്റെ 27-ാമത്തെ വാക്യം എന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയേ, വളരെ സിമ്പിളായ കാര്യമാണ്. 13:27 കേട്ടോ. അവർ അവനോട് വിവരിച്ച് പറഞ്ഞതെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്ത് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. തീർന്നില്ല, അടുത്ത വാക്യം. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പുള്ളതും വലിപ്പവും ഉള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ അവിടെ കണ്ടു. യെസ്. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ദൂതിൽ ദൈവാത്മാവ് അടുത്തൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ 12 പേർ ഇത് നോക്കാൻ പോയിട്ട് പറയാണ് ഇത് സത്യമാണ്. പക്ഷേ ആ 12-ൽ 10 പേരും പറഞ്ഞു സംഭവമൊക്കെ കറക്റ്റ് ആണെങ്കിലും നമുക്കത് കിട്ടത്തില്ല. ഈ പ്രവചനമൊക്കെ സത്യമാ, കിട്ടുന്നില്ല. ഈ ദൂതല്ല സത്യമാ, കിട്ടത്തില്ല. ഈ നമ്മൾ കാണുന്നതിൽ ഈ മെജോറിറ്റി ആൾക്കാരും സംശയത്തിന്റെ ആൾക്കാരാണ്. അല്ലല്ലേ? നിങ്ങൾ നോക്കി, എവിടെ ഉണ്ടെന്ന് നോക്കൂ. പാട്ടും ദൂതും ഒക്കെ ഉണ്ട്, കയ്യടി എല്ലാം ഉണ്ട്. പക്ഷെ ഇത് കാര്യത്തോടെ അടുക്കണം. ഇതിനകത്തൊരു മെജോറിറ്റിയും സംശയത്തിന്റെ ആൾക്കാരാ. നിങ്ങൾ ആരും മനസ്സിലായില്ല? ഒന്നൊരാമയും പറഞ്ഞാട്ടെ. ഇതെല്ലാം സത്യമാണ്, പക്ഷേ നമുക്കത് ജയിക്കാൻ പറ്റത്തില്ല, നമുക്കതിനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ അനാക്കിൻ്റെ മല്ലന്മാരെ മക്കളെ ഞങ്ങൾ കണ്ടു. ഞാനിതിനകത്തുള്ളൊരു ആത്മതലങ്ങളെ തൊടാൻ പോകാൻ നിൽക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കണം. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? നീ അനുഭവിക്കേണ്ട പല അനുഗ്രഹങ്ങളും ചില സാത്താന്യ മണ്ഡലങ്ങൾ അധിവസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നിന്റേതാണ്, ഇത് നിനക്കുള്ളതാണ്. ദൈവം നിനക്ക് തന്ന ഇൻഹെറിറ്റൻസ് ആണത്. ദൈവം നിനക്ക് തന്ന വേർതിരിച്ച ഇടമാണത്. പക്ഷെ നീ അല്ലത് അനുഭവിക്കുന്നേ, നീ അല്ലത് അതിൽ പാർക്കുന്നേ. വേറെ ഏതോ ചില വ്യക്തികളും അന്ധകാര മണ്ഡലങ്ങളും അവിടെ തുടരുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, നീ അതിനെ കീഴടക്കിയിരിക്കണം. എല്ലാവരും ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. നീ എത്തേണ്ട ഇടങ്ങളിൽ നിന്നെ എത്തിക്കാത്തതും, നീ പ്രാപിക്കേണ്ടത് നിന്നെ കൊണ്ട് പ്രാപിക്കാത്തതും, നീ അനുഭവിക്കേണ്ടത് നിനക്ക് അനുഭവിക്കാൻ കഴിയാതെയും അവിടെ തുടരുന്ന ചില ഇടങ്ങൾ, ചില ശക്തികൾ ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇടിഞ്ഞു മാറിയിട്ട് അവിടേക്ക് ഒന്ന് കയറുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഒരാത്മബലം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ അവകാശത്തിന്മേൽ കുടിയിരിക്കുന്ന, നിന്റെ അവകാശത്തിൻ്റെ മേൽ രാവാർക്കുന്ന, നിന്റെ അവകാശത്തിൻ്റെ മേൽ അധികാരം പറയുന്ന ചില ദുരാത്മ തലങ്ങൾ ഇന്ന് 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 ഈ വചനത്തിന് മുമ്പിൽ അടിയറവ് വെച്ചിട്ട് അതിലേക്കൊരു എൻട്രി ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ചേർന്ന് ആമേൻ പറഞ്ഞ്
നീ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ട്, പക്ഷെ എനിക്കത് കിട്ടുമോ? അങ്ങനെ ഉണ്ട്, പക്ഷെ എനിക്ക് അവിടെ എത്താൻ പറ്റുമോ? എനിക്കത് ജയിക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിന്റെ ദുരാത്മതലങ്ങൾ ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ ഉടയട്ടെ, തകരട്ടെ, പൊളിയട്ടെ. റബലവ സന്തലരമം, റബലവ സന്തലരമം. മെജോറിറ്റിയും പറഞ്ഞു നടക്കത്തില്ല, 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 നടക്കത്തില്ല. എന്നാൽ അതിനകത്ത് രണ്ടുപേർ, കാലേബും യോശുവയും ജനത്തെ അമർത്തിയിട്ട് പറഞ്ഞു, അത് നടക്കും. ദൈവത്തിന് ഇവിടെ ഒരു ജോഷുവ ജനറേഷൻ വേണം. ദൈവത്തിന് ഇവിടെ ഒരു കാലേബ് ജനറേഷൻ വേണം. അത് യേശുവിന്റെ നാമത്തിൽ ഈ ചർച്ചിനകത്ത് എഴുന്നേൽക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും കാലേബിനെ പോലെ ആയിരിക്കണം. ഇതിനകത്തുള്ള എല്ലാവരും ജോഷുവയെ പോലെ ആയിരിക്കണം. സംശയങ്ങളും അവിശ്വാസങ്ങളും പറയുന്ന ഒരു കൂട്ടമാകരുത്. ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തുമെന്ന് പറഞ്ഞ് അടുത്ത ചുവട് കയറ്റി വെക്കുന്ന ഒരു കൂട്ടം തലമുറകൾ ഇവിടെ എഴുന്നേറ്റ് വരട്ടെ. എന്നാൽ എന്ത് സംഭവിച്ചു? ഈ രണ്ടുപേരുടെ വാക്കുകൾ ഒത്തിരി പരന്നില്ല. പക്ഷെ ഈ 10 പേരുടെ വാക്കുകൾ ജനത്തിലേക്ക് പരന്നു. ഒരു ഭയങ്കര സത്യം പറയാനാണ്. ഈ നിങ്ങൾ എവിടെ നോക്കിയോ ഈ നെഗറ്റീവ് ന്യൂസുകൾ പെട്ടെന്ന് പരക്കും. ഹല്ലേലൂയ. അതിങ്ങനെ അങ്ങ് ഈ പെട്ടെന്ന് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു വാർത്തയാണെങ്കിലും അത് പരക്കണമെങ്കിൽ നിങ്ങളുടെ പേരിട്ട് പറയണം, അവൻ തകർന്നു പോയെന്നങ്ങ് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് വരുന്നുള്ളൂ. ആമേൻ. അതങ്ങനെയാ. സ്വത്രം. നെഗറ്റീവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇവിടെ ഉറങ്ങുന്നവരുടെയൊക്കെ അടുത്തിരിക്കുന്നവരുടെ കുറ്റം പറഞ്ഞ് അവർ 100ന്റെ ബൾബ് കത്തുപോലെ കത്തും. അല്ലാതെ കർത്താവ് വരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ. പിന്നെ അവരൊന്നും നമ്മൾ നന്നാക്കാനും നിൽക്കരുത്, കേട്ടരുത്. അവരൊന്നും എൻ്റെ പ്രസംഗത്തിൽ പാവി രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ പ്രസംഗത്തിൽ ഇതുവരെ ഒരു പരീക്ഷ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പരീക്ഷനോട് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വചനത്തിൻ്റെ തെളിവൊന്നും എടുക്കത്തുമില്ല. ഞാൻ ആ സമയത്ത് പാവിയോട് 2 ദിവസം സുവിശേഷം പറയും, അവൻ വിടുവിക്കപ്പെടുകയും. സത്യമായൊരു കാര്യമാണ്. എൻ്റെ പ്രസംഗത്തിൽ ഇന്ന് വരെയും ഒരു വിമർശകൻ്റെ വായടഞ്ഞിട്ടില്ല, ഒരു പരീക്ഷൻ്റെ രക്ഷപ്പെട്ടിട്ടുമില്ല. ചുമ്മാ നമ്മൾ അവനോട് വർത്താനം പറഞ്ഞ് നമ്മുടെ സമയം പോത്തേ ഉള്ളൂ. പക്ഷെ എൻ്റെ പ്രസംഗത്തിൽ ഒത്തിരി പാവികൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നെഗറ്റീവിന് ഭയങ്കര എഫക്റ്റാണ്. ആരോ പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യം വീട്ടിൽ നിന്ന് ചെരുപ്പിട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് കള്ളത്തരം ലോകം ചുറ്റിയിട്ട് വീട്ടിൽ കയറി വരും. സത്യം വീട്ടിൽ നിന്ന് ചെരുപ്പിട്ടിട്ട് ഇടുമ്പം തന്നെ കള്ളൻ ലോകം ചുറ്റിയിട്ട് തിരിച്ചു വരുമെന്ന്. ഈ 10 പേരുടെ നെഗറ്റീവ് ഒരു തലമുറയെ സ്വാധീനിച്ചു. ഈ തലമുറയിലേക്ക് ഈ നെഗറ്റീവ് വന്ന് കയറി, ഈ നെഗറ്റീവ് വിശ്വസിച്ചു. അടുത്തൊരു കാര്യം പറയാം, ആ തലമുറ മുഴുവൻ നശിക്കുന്നവരെ ദൈവം കാത്തിരുന്നു. ഈ ഇസ്രയേൽ മരുഭൂമിയിൽ 40 വർഷം കറങ്ങാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഇവരുടെ അവിശ്വാസവും ഇവരുടെ പിറുപിറുപ്പുമാണ്. എന്നാണ് ഇവനെന്ന് ചാകട്ടെന്ന് കർത്താവ് കാത്തിരുന്നു. ഞാൻ അതിൽ നിന്നൊരു കാര്യം പറയാം. പിറുപിറുക്കുന്നവർ, സംശയിക്കുന്നവർ, കുറ്റം പറയുന്നവർ,
അങ്ങനെ ഐറ്റത്തെ ഒന്നും ദൈവം അവകാശത്തിലേക്ക് കയറ്റത്തില്ല. അവരെ എല്ലാം ദൈവം ഇങ്ങനെ ഇട്ട് കറക്കി 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 അവരുടെ ആയുസ് തീർന്ന വരെ കറക്കിയിട്ട് അവർ ചത്ത് കഴിയുമ്പോൾ അടുത്ത തലമുറ കയറും. പിണങ്ങല്ലേ? ചിലരൊക്കെ പറയത്തില്ല, അയ്യോ ആ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട് ഗതി പിടിച്ചെന്ന കേട്ടിട്ടില്ലേ? ഹലോ, ആ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പിള്ളേരൊക്കെ ഗതി പിടിച്ചെന്ന് ചിലർ പറയാറുണ്ട്. കാരണം ഈ പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മൊത്തം സംശയം നടക്കുകയില്ല. എല്ലാം പെറുപെറുപ്പും ദുഃഖവും സങ്കടവും പരാതിയും പട്ടിണിയും ഇത് മാത്രമേ ഉള്ളൂ. അയാൾ ചത്ത് കഴിയുമ്പം എവിടെ നിന്നാന്ന് അറിയത്തില്ല, ദൈവം ഉയർത്തും. നിങ്ങൾക്ക് വേണമെങ്കിൽ വചനം എടുക്കാം. ഈ പരാതി പറയുന്നവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ കുടുംബത്തിനും അവരുടെ തലമുറയ്ക്കും ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. നിങ്ങൾ നോക്കിക്കോ. പരാതി പറഞ്ഞ ഏത് മാതാപിതാക്കളുടെ മക്കൾ ഉയർന്നിട്ടുണ്ട്? പഞ്ഞം പറഞ്ഞ ഏത് മാതാപിതാക്കളുടെ മക്കൾ ഉയർന്നിട്ടുണ്ട്? പ്രാർത്ഥിച്ചവരുടെ മക്കൾ ഉയർന്നിട്ടുണ്ട്. ഈ മനസ്സിനകത്ത് അടിമത്തമുള്ള തലമുറ വിടുതൽ പ്രാപിക്കത്തില്ല. നിങ്ങൾക്ക് കേട്ടോ, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട എപ്പോഴും 30 ലക്ഷം പേരുണ്ടായിരുന്നു ആയിരിക്കാം. അതിനകത്ത് 2 പേർ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ചാകുന്ന വരെ ദൈവം പറ്റി. അവരെന്നും പറയുന്നത് ഈ ദാരിദ്ര്യവും ഇല്ലായ്മയും, ഉള്ളി, ചിറ്റുള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇതൊക്കെ ഉള്ളു. ഇവർക്ക് ദൈവം പറയുന്ന കാര്യമൊന്നും ഇവരുടെ തലമുട്ടയ്ക്കകത്തില്ല. ഇറച്ചിക്കലം, ഇറച്ചി പോലുമില്ല, കലം. പഞ്ഞം പറച്ചിൽ നിർത്തണം. അടിമത്തത്തിന്റെ സംഭാഷണം നിർത്തണം. ഇല്ലായ്മയുടെ വാക്കുകൾ നിർത്തണം. ഗതി പിടിക്കാൻ പാടാ. ഉണ്ടെങ്കിൽ ഒരു ആമയും പറഞ്ഞാട്ടെ. ഈ ജനം മുഴുവൻ മോനെ തകരുന്നവരെ കർത്താവ് കാത്തിരുന്നു. കാരണം ഇവർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് പറയാൻ. ഒരു ഇഷ്ടിക പോലെ ഉണ്ടാക്കാൻ ഗതിയില്ലായിരുന്നു, വൈക്കോല് കിട്ടിയില്ലായിരുന്നു. ഇതൊക്കെ ഇവര് പറഞ്ഞു. പക്ഷെ കടന്നതാരാന്നറിയാമോ? വേറൊരു കാര്യം ഉണ്ടായി. 2 എണ്ണവും കടന്നതാരാണെന്നറിയാമോ? ഈ ഗ്ലോറിയുമായിട്ട് എൻകൗണ്ടർ ചെയ്തവരാണ് കടന്നത്. മിസ്രൈമിൽ ജനിച്ചവരെല്ലാം പരാതിപ്പെട്ടികളാ. പക്ഷെ മരുഭൂമിയിൽ കുറെ എണ്ണം ജനിച്ചു. അവർ കണ്ടത് സ്തോത്രം ഫറവോന്റെ കൊട്ടാരം കണ്ടിട്ടില്ല, ഫറവോന്റെ അടിമത്തം കണ്ടിട്ടില്ല, ഫറവോന്റെ ചരിത്രം അവർക്കറിയത്തില്ല. അവർ കണ്ടതൊരു ഗ്ലോറിയാണ്. ഒരു ഗ്ലോറിയുടെ കീഴിലാണ് അവർ നടക്കുന്നത്. മന്ന വീഴുന്നത്, സ്തോത്രം പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, മുമ്പിൽ പെട്ടകം പോകുമ്പോൾ ജയം. ഇത് കണ്ടൊരു ജനം. എത്ര പേര് ആമേൻ പറയുന്നു? ഹല്ലേലൂയ. ഇവരുടെ സംഭാഷണം മുഴുവൻ ദൈവത്തിന്റെ ഗ്ലോറിയുമായി കണക്ട് ചെയ്ത. അവർക്ക് പരാതികളില്ല. അവരെപ്പോഴും പറയുന്നത്, ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു മേഘം, ഒരു മേഘം ഇതിനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ. ദൈവത്തിന് ഒരു പരാതിയുടെ തലമുറയല്ല വേണ്ടത്. ദൈവത്തിന് ഒരു ഗ്ലോറി ജനറേഷൻ വേണം.
ഇതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. നിങ്ങൾ ഏറ്റെടുക്കണം. വീട്ടിനകത്ത് നിന്ന് ആമേൻ ഇല്ലായ്മകളുടെയും പിറുപിറുപ്പിന്റെയും മത്സരത്തിന്റെയും വാക്കുകളെ പുറത്തു കളഞ്ഞിട്ട് ദൈവത്തിന്റെ നടത്തിപ്പുകളെ കുറിച്ച്, അത്ഭുതങ്ങളെ കുറിച്ച് നീ വർണ്ണിക്കാൻ നീ തയ്യാറായാൽ നീയും വാഗ്ദത്തത്തിലേക്ക് കയറിയിരിക്കും. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? നിന്റെ ഇല്ലായ്മകളല്ല നീ ഹൈലൈറ്റ് ചെയ്യണ്ടേ, നിന്റെ ഡെലിവറൻസ് ആണ് നീ ഹൈലൈറ്റ് ചെയ്യണ്ടേ. നിന്റെ തകർച്ചകളല്ല നീ ഹൈലൈറ്റ് ചെയ്യണ്ടേ, നിന്നോടുള്ള പ്രോമിസാണ് നീ ഹൈലൈറ്റ് ചെയ്യണ്ടേ. നിന്റെ ഇല്ലായ്മകളല്ല നീ ഹൈലൈറ്റ് ചെയ്യണ്ടേ, നിന്നെ വിളിച്ച ദൈവത്തെയാണ് നീ ഹൈലൈറ്റ് ചെയ്യണ്ടേ. എല്ലാ കൂടാരത്തിൽ നിന്നും, എല്ലാ കുടുംബത്തിനകത്ത് നിന്നും ഇല്ലായ്മയുടെയും തകർച്ചയുടെയും പരാജയത്തിന്റെയും പിറുപിറുപ്പിന്റെയും ശബ്ദങ്ങൾ നിൽക്കപ്പെടട്ടെ. സ്തുതികളും ആരാധനകളും കൂടാരത്തിനകത്ത് ഉയരട്ടെ. തുരവ ഘടക സഹതിരിയ നിങ്ങളത് ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലേലും ഇത് സത്യമാണ്. പരാതി പറയുന്ന ഒരുത്തനും കയറത്തില്ല, പഞ്ഞം പറയുന്ന ഒരുത്തനും കയറത്തില്ല, പിറുപിറുക്കുന്ന ഒരുത്തനും കയറത്തില്ല. അവർ മരിക്കാൻ ദൈവം വെയിറ്റ് ചെയ്യും. എന്നിട്ടൊരു നെക്സ്റ്റ് ജനറേഷൻ കയറി വരും. എനിക്ക് ആ തലമുറയോട് നീരസം തോന്നി. ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു, അവരെൻ്റെ സ്വസ്ഥതയിൽ. ഹല്ലേലൂയ. ഒത്തിരി ഇല്ലായ്മകൾ നിനക്കുണ്ടാകാം, ഒത്തിരി ആവശ്യങ്ങൾ നിനക്കുണ്ടാകും. പക്ഷെ പുറകോട്ട് തിരിഞ്ഞിട്ട് നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായി എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. യെസ് ലോർഡ്. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്ന്. ഓ അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്ന്. ഓ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, സ്തുതിക്കുവാന
1000 നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായി നാവ് പോരായേ, ഓ എങ്കിലും ആവോളം പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. യേശുവേ ഉന്നതൻ നീ, ചേർന്ന് അത്യുന്നതൻ നീ, അപ്പയേ അപ്പയേ ദൈവമില്ല. അപ്പയേ ദൈവമെന്ന്, ഓ അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്ന്. ഓ ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ ഗൃഹവും, യെസ് ലോർഡ്, എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത. ഓ ഇത്ര എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ കൃപയാൽ ഒരു പ്രൈസ് അനോയിന്റിംഗ്. കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ കൃപയാൽ ആമേൻ. കൃപയാൽ കൃപയാൽ ഹല്ലേലൂയ. കൃപയൊന്നു മാത്രം യേശുവേ റബഖാതലബാ ഖോരവേ. കൃപയാൽ കൃപയാൽ അപ്പാ കൃപയാൽ കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാൻ, ഒരു യോഗ്യതയും പറയാൻ കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും ഹല്ലേലൂയ പറയാനില്ല. ഹല്ലേലൂയ. കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ. എന്നെ മാനിക്കൂ. We worship your holy name. യേശുവേ. ഒരു യോഗ്യതയും ഒരു യോഗ്യതയും പറയാനില്ല. കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യത അപ്പയേ പറയാനില്ല.
ഒരു പ്രൈസ് ജനറേഷൻ എഴുന്നേൽക്കട്ടെ. കാറ്റുകൾ കാണാത്തപ്പോഴും, മഴകൾ കാണാത്തപ്പോഴും, മേഘങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസത്താൽ കുഴികൾ കുത്തി സ്തുതിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. എല്ലാ കുടുംബത്തിനകത്തും ഇല്ലായ്മയുടെ വാക്കുകൾ നിൽക്കട്ടെ. എല്ലാ നാവിനകത്തും നിരാശയുടെ വാക്കുകൾ നിൽക്കട്ടെ. എല്ലാ വായ്ക്കകത്തും, എല്ലാ ഹൃദയത്തിനകത്തും ശൂന്യതയുടെ വാക്കുകൾ നിൽക്കട്ടെ. നിന്റെ യാത്രയെ തടയുന്ന, നിന്നെ കുഴയ്ക്കുന്ന, നിന്റെ കുടുംബത്തെ അടുത്തതിലേക്ക് കയറ്റാൻ കഴിയാതെ നിന്നെ വട്ടം കറക്കുന്ന ആ കെട്ടിന്ന് പകൽ പൊട്ടട്ടെ. നീ സ്തുതിക്കുന്നവളാകുക. നെഗറ്റീവ് സ്പിരിറ്റുകൾ പൊട്ടട്ടെ. എല്ലാ ദാരിദ്ര്യത്തിന്റെ ചിന്തകളും പൊടട്ടെ, പൊടട്ടെ, പൊടട്ടെ. വാഗ്ദത്തം, 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 അവകാശം, അവകാശം. ഓ പ്രിയലവ സന്ദനരമന, പ്രിയലവരവ സന്ദനരമനയോ. എല്ലാ നെഗറ്റീവ് സ്പിരിറ്റുകളും അവസാനിക്കട്ടെ. കാലേബ്, ജോഷുവ എഴുന്നേൽക്കട്ടെ. കാലേബ്, ജോഷുവ എഴുന്നേൽക്കട്ടെ. കാലേബ്, ജോഷുവ എഴുന്നേൽക്കട്ടെ. ഊറബബബ, റീബബബബ. സാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനോടു ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നമ്മോട് കൂടെ. സാധ്യം സാധ്യമാക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനോടു ചൊല്ലി, ഓ മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. സാധ്യം സാധ്യമാക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. വലിയതും വിശാലമായ സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ നടത്തും. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാ നിങ്ങളെ നടത്തുന്നത്. നെഗറ്റീവുകൾ തുടരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ കൂടെ ഓലിയിടുന്നവനാകരുത്. നീ വാഗ്ദത്ത സന്തതിയാണ്. ഹല്ലേലൂയ. എനിക്കറിയില്ല കർത്താവ് എന്താണ് പറയുന്നെന്ന്. നിങ്ങൾക്ക് ഇതിനകത്തു കൂടെ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും അറിയുന്നില്ല. ഒരു തലമുറ തക്കരാൻ, നശിക്കാൻ ദൈവം കാത്തു. കാരണം ഇവനെ കൊണ്ടുപോരുത്.
എത്ര പേരിന്ന് പറയുന്നു, കർത്താവേ എനിക്ക് വാഗ്ദത്തത്തിൽ കയറണം. വാഗ്ദത്തത്തിൽ കയറണമെങ്കിൽ നീ ഇല്ലായ്മകളല്ല പറയേണ്ടത്, നീ ഗ്ലോറിയെക്കുറിച്ച് സംസാരിക്കണം, മഹത്വത്തെക്കുറിച്ച് സംസാരിക്കണം. ഒരു ഗ്ലോറിയുമായിട്ടുള്ള എൻകൗണ്ടർ നിനക്കുണ്ടാകണം. ആ തലമുറ മുഴുവൻ തകരുന്നവരെ ദൈവം കാത്തിരുന്നു. പക്ഷെ അതിനകത്ത് 2 പേർ ആരോഗ്യത്തോടെ നിൽക്കുക. ഫെയ്ത്ത് പറയുന്നവൻ എന്നും സ്ട്രോങ്, പ്രോമിസ് സംസാരിക്കുന്നവൻ എന്നും സ്ട്രോങ്. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവൻ എന്നും സ്ട്രോങ്. നോക്കിക്കേ, ഈ പ്രോമിസിലേക്ക് എൻട്രി ചെയ്യുമ്പോ ജോഷുവയ്ക്ക് വയസ്സ് 90, കാലേബിന് വയസ്സ് 85. പക്ഷെ അവര് മുമ്പിൽ പുലി പോലെ നിൽപ്പുണ്ട്. ഈ പുറകെ നിൽക്കുന്ന എല്ലാം ചുള്ളന്മാരാ. പക്ഷെ ഇവന്മാര് പറഞ്ഞ് എത്ര ചുള്ളന്മാരുണ്ടെങ്കിലും ഞങ്ങളാണ് മുമ്പിൽ. എത്ര തലമുറ എഴുന്നേറ്റ് വന്നാലും നീ ഫെയ്ത്തിൽ നിന്നാൽ നീ അതിന്റെ മുമ്പിൽ തന്നെ കാണും. നീ ഒരു പഴഞ്ചനാകത്തില്ല. ആമേൻ, ആമേൻ. ഇന്ന് കർത്താവ് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അതിന്റെ കൂടെയാ. ആമേൻ. എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന് വയസ്സ് ചെന്നെന്ന് പറഞ്ഞ് നിന്നെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി ചവിട്ടി താക്കാനൊന്നും പറ്റത്തില്ല. നീ ഫെയ്ത്തിൽ നിന്നോ, നീ എല്ലാറ്റിന്റെ മുമ്പിൽ തന്നെ കാണും. ഒരു ജനറേഷൻ തീരുമ്പോൾ നീ പുറകോട്ട് ചവിട്ടി അരയ്ക്കപ്പെടുന്നവനായിരിക്കത്തില്ല, നീ അതിന്റെ മുമ്പിൽ കാണും. എത്ര പേര് ആമേൻ പറയുന്നു? എത്ര പേര് ആമേൻ പറയുന്നു? എത്ര പേര് ആമേൻ പറയുന്നു? എൻ്റെ മോനെ, ഞാൻ എല്ലാ തലമുറയിലും ഇങ്ങനെ മുമ്പിൽ തന്നെ നിൽക്കും. ഇനി എത്ര പേര് എഴുന്നേറ്റ് വന്നാലും, ഇനി എത്ര പാട്ടുകാർ വന്നാലും, എത്ര വർഷിപ്പ് ലീഡേഴ്സ് വന്നാലും, എത്ര പ്രീച്ചേഴ്സ് വന്നാലും, എത്ര പ്രവാചകന്മാർ വന്നാലും എനിക്കതൊന്നും വിഷയമില്ല. ഞാനൊരു കാലേബിനെ പോലെ, ഒരു ജോഷുവയെ പോലെ അതിന് മുമ്പിൽ തന്നെ കണ്ടിരിക്കും. കാരണം ഞാൻ പറയുന്നത് സ്തോത്രം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച്. എന്തായി പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ലേ? നിനക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് ഒതുങ്ങാൻ പറ്റത്തില്ല. നീ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇനി എത്ര പേർ വന്നാലും നീ അതിന്റെ മുമ്പിൽ കാണും. ഇനി എത്ര തലമുറകൾ എഴുന്നേറ്റാലും നീ അതിന്റെ മുമ്പിൽ കാണും. കാരണം ഈ ജോഷുവയും കാലേബും അങ്ങനെയാണ്. കാരണം അവർ ഈ ഫെയ്ത്തിലാണ് നിൽക്കണേ. അപ്പൊ അതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോ ജോഷുവ പറയുന്നൊരു കാര്യമുണ്ട്, സമൂഹത്തിനെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ വാക്കൂടെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ നെഗറ്റീവുകൾ തകരാതെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ യോശുവ 18:3 2 കാര്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നെഗറ്റീവ് ആമേൻ. യോശുവ 18:3 ആ ആ ആ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകാൻ നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. ഈ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് യോശുവ അവിടെ കയറിയിട്ട് 3 ഗ്രൂപ്പിനെങ്ങാണ്ട് 4 ഗ്രൂപ്പിനെങ്ങാണ്ട് അവകാശം കൊടുത്തു. ബാക്കി 8 ഗ്രൂപ്പിന് അവകാശം കൊടുത്തിട്ടില്ല. ഇവർ ഈ ഉള്ളതിനകത്ത് ഈ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇരിക്കുക. കേട്ടില്ല? ഈ ഉള്ളതിനകത്ത് എന്ത് ചെയ്തിരിക്കുക? നമ്മൾ അങ്ങനെയല്ല. ഈ മതി ബ്രദറെ, മതി, സ്വത്രം, ഇത്രയൊക്കെ ദൈവം തന്നല്ലോ, ഗ്ലോറി, ആമേൻ. ഞാൻ പറഞ്ഞു, ഉള്ളതിൽ തൃപ്തരായിരിക്കുക എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിന്റെ അവകാശം വിട്ടുകൊടുത്തുള്ള തൃപ്തിയൊന്നും വേണ്ട. അയ്യോ, കേട്ടില്ല.
ഉള്ളതിൽ തൃപ്തരാകുക എന്നുള്ളത് സത്യമാണ്. പക്ഷേ നിന്റെ അവകാശം വിട്ടുകൊടുത്തുള്ള തൃപ്തിയൊന്നും വേണ്ട. കാരണം നിന്റെ അവകാശം നീ പ്രാപിച്ചില്ലെങ്കിൽ അവിടെ ജാതി കയറും. രാമൻ പറയാൻ പറ്റുമെങ്കിൽ നിന്റെ അവകാശം നീ എടുത്തില്ലെങ്കിൽ അവിടെ ആര് വാഴും? അത് പിന്നെ നിന്നെ ഞെരുക്കും, നിന്നെ തകർക്കും. അതുകൊണ്ട് യോശുവ പറയാണ്, നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും, ചെന്ന് കീഴടക്കുക. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നീ അനുഭവിക്കേണ്ട പലതും ഇന്ന് പൈശാചിക മണ്ഡലമാണ് അനുഭവിക്കുന്നത്. അത് പൊളിക്കണം. പോരാ, അത് പൊളിക്കണം. ഈ ഭൂമിയിൽ ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പിശാച. കേട്ടില്ല? ഒരു മുട്ടുസൂചി പോലും പുള്ളിയുടെ കാര്യമില്ല. പക്ഷെ അവന്റെ കൊട്ടാരം മുഴുവൻ സമ്പത്തും നിറഞ്ഞിരിക്കുക. എന്നിട്ട് അവൻ അതെല്ലാം വെച്ച് അവിടെ വെച്ചിട്ട് അവൻ കോട്ട കാത്തോണ്ടിരിക്കുക. അവന്റെ ഈ കോടാരത്തിനകത്ത് ഈ മുഴുവൻ എവിടെ നിന്നാ വന്നേ? കേട്ടില്ല. എടാ, നീ അനുഭവിക്കേണ്ടത് നീ അനുഭവിക്കാതിരുന്നപ്പോൾ അവനെടുത്തെല്ലാം കൊണ്ട് വെച്ചു. അതല്ല, അവന്റെ അധിപതിയാണ്. ബലവാൻ ആയുധം ധരിച്ച് അവന്റെ കോട്ട കാത്തുകൊള്ളുകയാണ്. ഒരു മുട്ടുസൂചി പോലും ഉണ്ടാക്കാത്തവൻ ഇത് മുഴുവൻ എവിടെ നിന്നെടുത്തു? നിന്നിൽ നിന്നെടുത്തു. ഇത് പരിശുദ്ധാത്മാ പറയുന്നു, നീ മടിച്ചിരിക്കരുത്. നിന്റെ അവകാശത്തിലേക്ക് നീ കയറണം. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ക്ലെയിം ചെയ്യാൻ പഠിക്കണം, ക്ലെയിം ചെയ്യാൻ പഠിക്കണം, ക്ലെയിം ചെയ്യണം. ഇത് എന്റേതാണ്, ഇത് എനിക്കുള്ളതാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഒരു വലിയ ഭൂമി, അതിന്റെ പൂർണ്ണതയും ഭൂതലം അതിന്റെ നിവാസികളും. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ചിലതൊക്കെ ഈ ദിനങ്ങൾ നിങ്ങൾ സ്പീക്ക് ഔട്ട് ചെയ്യുക, ചിലതൊക്കെ നിങ്ങൾ കൺഫസ് ചെയ്യുക, ചിലതൊക്കെ ദേശത്തെ നോക്കി കൽപ്പിക്കുക, ചിലതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആമേൻ പ്രദേശത്ത് വിളിച്ചു പറയുക. ഗിലെയാദ് എനിക്കുള്ളത്, മനേശ എനിക്കുള്ളത്, മോവാബ് എനിക്ക് കഴുകാനുള്ള വട്ടകാത്, ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരിപ്പെറിയും. ചിലതൊക്കെ നോക്കി നിങ്ങൾ സംസാരിക്കുക. എത്ര പേര് ആമേൻ പറയുന്നു. മടിക്കരുത്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് പ്രാപിക്കാൻ നീ മടിക്കരുത്. അതിനകത്ത് കുടിയിരിക്കുന്ന ഇരിപ്പിടങ്ങളെ ആത്മാവിൽ നീ ഇളക്കി കളയുക. ഇതെല്ലാം പറയുമ്പോ ഒറ്റ വാക്കൂടെ പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ യോശുവയെ കാണാൻ കാലേബ് വന്നു. യോശുവയെ കാണാൻ കാലേബ് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. എന്നാ ചോദിച്ചാൽ, ഈ നാക്യമല്ലന്മാർ താമസിക്കുന്ന ആ മല എനിക്ക് വേണം. അടുത്ത വാക്ക് പറഞ്ഞു, അടുത്തൊരു റിക്വസ്റ്റ് പറഞ്ഞാൽ, നീയും വരരുത്, നിന്റെ സൈന്യവും വരരുത്. ഒറ്റ കാര്യമുള്ളൂ, നീയും വരരുത്, നിന്റെ സൈന്യം എന്നെ സഹായിക്കാൻ ഒന്നും വേണ്ട. അന്നിറങ്ങിയപ്പോഴുള്ള ബലം എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തകർത്തോളാം. നമ്മൾ ഇന്ന് ഇതൊന്ന് കേട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ നാക്യമല്ലന്മാരുടെ ഇരിപ്പിടങ്ങളെ ഇളക്കാനുള്ള ആത്മബലം എനിക്കിന്നുമുണ്ട്. കരുത്തുറ്റ ചില പോരാളികൾ യേശുവിന്റെ നാമത്തിൽ ഈ ചർച്ചിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ആത്മമണ്ഡലങ്ങളിൽ യുദ്ധം ചെയ്യുന്ന ചില ആത്മീയ പടയാളികൾ യേശുവിന്റെ നാമത്തിൽ ഈ ചർച്ചിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. പൈശാചിക മണ്ഡലത്തിലേക്ക് കടന്നു കയറുന്ന ചില ആത്മീയ പോരാളികൾ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. നിങ്ങളൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്ത്, എനിക്കിതിനകത്ത് വലിയൊരു ആത്മീയ യുദ്ധം ഫീൽ ചെയ്യുന്നു. ദേശത്തിന്റെ മേൽ അധിവസിക്കുന്ന ചില ഇരുട്ടിന്റെ കോട്ടകളെ അതിനകത്തേക്ക് കയറി ചെല്ലുന്ന ചില ആത്മീയ പോരാളികളുടെ ഒരു ഇടമാക്കി ദൈവത്തിനെ മാറ്റാൻ പോകുകയാണ്.
ഉടവൽ ഘടക സന്തനാരകസി. ഇന്നലെ വരെ ആലയത്തിനകത്ത് ഭൂതമിളകിയ ചരിത്രമില്ല. പക്ഷെ ഒരുവൻ അതിനകത്ത് കയറിയപ്പോൾ അത് ഇളകാൻ തുടങ്ങി. ഇന്നലെ വരെ ഈ ഇളക്കം തട്ടാത്ത ചില മണ്ഡലങ്ങളെ ഇളക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. എത്ര പേർ ദൈവത്തിനൊരു ആരാധന കൊടുക്കുന്നു? കാലേബ് പറയുക, ഞാൻ പൊക്കോളാം. ദേവദാസനെ ചില ശക്തരായ എപ്പപ്രദോഷന്മാർ ഇവിടെ എഴുന്നേൽക്കും. പ്രാർത്ഥനയിൽ പോരാടുന്ന ചിലർ എഴുന്നേൽക്കും. ചില പ്രയർ വാരിയേഴ്സ് ഇവിടെ എഴുന്നേൽപ്പിക്കും. ഇന്ന് അവരുടെ കണക്ക് കുറവാണ്. പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ പ്രയർ വാരിയേഴ്സ് ഇതിനകത്ത് എഴുന്നേറ്റ് വരും. ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്ന ചില പ്രാർത്ഥനാ മനുഷ്യരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഹുറബൽ ഘടകതനം. കരങ്ങളെ ഉയർത്തി രാമേം പറഞ്ഞ് സ്തുതിച്ചു. കാലേ പറയുകയാണ്, എനിക്ക് മല വിട്ടു തരണം. നീ വരരുത്, നിന്റെ സൈന്യം വരരുത്, ഞാൻ ഒറ്റയ്ക്ക് അതിനോട് പോരാടിക്കോളാം. ഇനി അടുത്തൊരു ദൂത് പറയാം. ഈ അനാക്യ മല്ലന്മാരുടെ പേര് കേട്ടിട്ടാണ് 30 ലക്ഷം മരുഭൂമി തീർന്നത്. മാരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പേര് കേട്ടതേ ഉള്ളൂ. ചത്തു. അത്രയും ഭയങ്കര ഒരു പൈശാചിക മണ്ഡലം. ഒരാമയും പറയാൻ പറ്റുമോ? ഈ അനാക്യ മല്ലന്മാരുടെ ഓർമ്മയാണ് ഒരു തലമുറയെ മുഴുവൻ തകർത്തത്. ഒരു ജനത്തെ മുഴുവൻ നശിപ്പിച്ചത് ഇവന്മാരുടെ കേൾവിയാണ്. ആ ദുരാത്മ മണ്ഡലത്തെ കീഴ്മേൽ മറിക്കാനാണ് യോശുവയുടെ സഹായമില്ലാതെ, സൈന്യത്തിന്റെ സഹായമില്ലാതെ 85 വയസ്സുള്ള ഒരു മനുഷ്യൻ പറയുക, എനിക്ക് പരിഹരിക്കാൻ പറ്റും ആ വിഷയത്തെ. ആത്മമണ്ഡലങ്ങളിൽ ഇന്നലെ അനേകരെ തകർത്ത ചില ദുരാത്മ മണ്ഡലങ്ങളെ പിഴുതുപറിക്കാൻ ദൈവം ചില കാലേബുമാരെ ഈ ദിനങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ശ്വസിക്കുന്നവർ ഇന്ന് ആത്മാവിലൊന്ന് അനേകരെ വിരുദ്ധ തെറ്റിച്ച, അനേകരുടെ ലക്ഷ്യത്തെ തകർത്ത, അനേകരെ വഴിയിൽ തകർത്ത് കളഞ്ഞ, അനേകരെ ലക്ഷ്യത്തിൽ കൊണ്ടുപോകാതെ അവൻ തകർത്ത് കളഞ്ഞ ചില പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് കളയുവാൻ ഒരു കൂട്ടം കാലേബുമാർ ഭാരതത്തിന്റെ മണ്ണിൽ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ്. ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നു, ഇന്നലകളിൽ സഭയ്ക്ക് വേരോട്ടമില്ലാത്ത, ഇന്നലകളിൽ സഭയ്ക്ക് നിലനിൽപ്പില്ലാത്ത ചില പ്രത്യേക ഏരിയകൾ അടുത്ത ചില വർഷങ്ങൾക്കുള്ളിൽ വലിയ വലിയ ഉണർവിന്റെ ഇടങ്ങളായി ദൈവം ഭാരതത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഒന്ന് സ്തോത്രം ചെയ്ത് ആമേൻ പറഞ്ഞു. ചില കാലേബുമാർ ചില ദേശങ്ങളെ പിടിക്കാൻ പോകുന്നു. കാലേബ് ചെന്നതിനെ പിടിച്ചു. കാലേബ് കയറി ചെന്നു. അടുത്ത വാക്ക് പറയുന്നു, അവൻ അതിനെ പിടിച്ച് അവന്റെ നഗരമാക്കി. ഇന്ന് ആത്മാവ് പറയുന്നു, ചില കോട്ടക്കൊത്തളങ്ങൾ പൊളിയാൻ പോകുകയാ. ചില പൈശാചിക ഇരിപ്പിടങ്ങൾ ഇളകാൻ പോകുകയാണ്. ചില അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്നു. ഭാരതത്തിൽ ചില അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്നു. കേരളത്തിൽ ചില അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്നു. പൈശാചിക മണ്ഡലത്തെ തകർക്കുന്ന ഒരാത്മീയ ഉണർവ് സംഭവിക്കാൻ പോകുന്നു. മനുഷ്യരുമായി യുദ്ധം ചെയ്യുന്ന, ജഡരക്തങ്ങളോട് പോരാടുന്ന ഒരു കൂട്ടം തലമുറകളല്ല, ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടം പോരാളികൾ.
വിശ്വസിക്കുന്നവർ കൈകളെ ഒന്ന് ഉയർത്തി ആമേൻ. മോനെ, എനിക്കറിയില്ല ഈ വചനം ഇന്നിവിടെ ദൈവം റിലീസ് ചെയ്യുക. ആമേൻ. പിടിക്കാൻ പറ്റാത്ത ചിലതൊക്കെ പിടിക്കും, പിടിക്കാൻ പറ്റാത്ത ചിലതൊക്കെ പിടിക്കും. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. പിടിക്കും, ചിലതൊക്കെ പിടിക്കും. എന്നിട്ടും ചില അപമാനങ്ങളും ചില കളിയാക്കലുകളും നീ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ തകർക്കാൻ ഇവിടെ അവൻ കുരുടന്മാരും മുടന്തന്മാരും മതി എന്ന് പറഞ്ഞ ചില ഇടങ്ങൾ നീ പിടിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കോട്ടകൾ പിടിക്കപ്പെടട്ടെ. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് ആത്മാവിൽ സെൻസ് ചെയ്യുന്നവർക്ക് അറിയാം ഇതെന്താണെന്ന്. ഇതൊരു യുദ്ധ. ഈ മീറ്റിങ്ങിനകത്ത് ചില വിടുതലുകൾ നടക്കും. ഇളകാത്ത ചില ഇടങ്ങൾ ഇളകും. കയറാൻ പറ്റാത്ത ചില ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് കയറ്റം ഉണ്ടാവും. ഇതുവരെ തുറക്കാത്ത ചില വാതിലുകൾ തുറന്നിരിക്കും. ചില ദേശത്തേക്കുള്ള എൻട്രി ലഭിച്ചിരിക്കും. ചില ദേശങ്ങളിൽ നിന്ന് ദൈവം ചിലരെ കൊണ്ടുവരും. അവരുടെ പുറകെ ജനത്തെ ദൈവം സ്വാധീനിക്കും. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ കൈകളെ ഉയർത്തി ഹല്ലേലൂയ. എന്നിട്ടും അവൻ സിയോൻ കോട്ട പിടിച്ചു. നടക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ നടക്കും. നിങ്ങളോടൊരു ദൂത, നടക്കാൻ സാധ്യതയില്ലെന്ന് പറയുന്ന നടക്കും. കാലേബ് അത് പിടിച്ചു. ഒറ്റയ്ക്ക് പിടിക്കും. ഇന്നലകളിൽ അഭിഷക്തന്മാരെ വാഴിക്കാത്ത, ഇന്നലകളിൽ ദൈവജനത്തെ തകർത്ത് കളഞ്ഞ, ഇന്നലകളിൽ ദൈവജനത്തെ വഴിയിൽ പെടുത്തിക്കളഞ്ഞ, പലർ തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ ഇട്ടിട്ടോടിയ ഇതേ ഇടങ്ങളിൽ തന്നെ ഒരു കാലേബിനെ പോലെ ദൈവം ഇവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. നീ ഓടിപ്പോകുന്നവനല്ല. പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, നെഹമ്യാവിനോട് പറഞ്ഞതുപോലെ എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകുമോ? അവൻ അവിടെ ഉറച്ചു നിന്നു. മിനിറ്റുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് അവൻ മതിലുകൾ പണിതതുപോലെ ചില വെല്ലുവിളികളുടെ മുകളിൽ ദൈവം ഈ സഭയെ നിർത്തുകയാണ്. നല്ലതാ ഒരുക്കിയിരിക്കുന്നേ, പക്ഷെ അതിനകത്ത് ഒത്തിരി പോരാളികളുണ്ട്. നല്ലതാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് ക്ലെയിം ചെയ്യുന്ന ചില ദുരാത്മ മണ്ഡലമുണ്ട്. നല്ലതാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് അട്ടിപ്പേറ് വെച്ച് കിടക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. എന്നാൽ ഇന്ന് ഒരു യോശുവയെ പോലെയും, ഒരു കാലേബിനെ പോലെയും, ഒരു ദാവീദിനെ പോലെയും, ഒരു നെഹമ്യാവിനെ പോലെയും ഈ ചർച്ചിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ആമേൻ പറഞ്ഞ് വിശ്വസിക്കുന്നവർ ഒരു ഭയങ്കര സ്പിരിച്വൽ വാർഫയർ നടക്കുന്നത് എനിക്ക് ആത്മാവിൽ മനസ്സിലാകുന്നു. ഒരു ഭയങ്കര സ്പിരിച്വൽ വാർഫയർ. ചേർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ നാവുകളിലെല്ലാം യുദ്ധഭാഷകൾ വരാൻ പോകുകയാ. നിങ്ങളുടെ നാവുകളിലെല്ലാം വാർഫയറിന്റെ ഭാഷകൾ വരാൻ പോകുകയാണ്. ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ പൊട്ടിക്കുന്ന, ദുരാത്മ തലകളെ പൊളിക്കുന്ന, മന്ത്രവാദങ്ങളെ പൊളിക്കുന്ന, അവിചാരകന്മാരെ പൊളിക്കുന്ന ഒരു ആത്മീയ അധികാരം യേശുവിന്റെ നാമത്തിൽ ഇവിടെ വരാൻ പോകുകയാണ്. കർത്താവിനോട് പറയുന്നു, ഉറവകളില്ലാത്ത ഇടത്ത് മുകളിൽ നിന്നും താഴെ നിന്നും ഉറവകൾ തുറക്കാൻ പോകുകയാണ്. ഈ ഉറവകളുള്ള ദേശമാ പിശാച് പിടിച്ചു വച്ചേക്കുന്നത്. കൈകളെ ഉയർത്തി ആമേൻ. ഈ ഉറവകളുള്ള ദേശമാ പിശാച് പിടിച്ചു വച്ചേക്കുന്നത്. പക്ഷെ കാലേബ് അത് തിരിച്ചു പിടിച്ചു. കാലേബ് തന്റെ തലമുറയ്ക്ക് വേണ്ടി ഉയരത്തിലെയും താഴ്വരയിലെയും ഉറവകൾ കൊടുത്തു.
ഞാൻ ഇന്ന് ആത്മാവിൽ പറയുന്നു, ചിലതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോവാ. ദേശത്തിന്റെ ചില മെയിൻ ഡോറുകൾ നിങ്ങൾക്ക് തുറക്കും. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞു. ഞാൻ ചിലത് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് പോകുകയല്ല. എനിക്ക് ആത്മാവിൽ ഭയങ്കരമായിട്ട് അറിയാം. ഈ ദൂത പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ നിർബന്ധിച്ചപ്പോൾ തൊട്ട് എനിക്കറിയാം ഒരു ഭയങ്കര ആത്മയുദ്ധം ഇവിടെ നടക്കാൻ പോവാ. പിശാച് പിടിച്ചവർ വിടുവിക്കപ്പെടും. ദുരാത്മാവിനാൽ കെട്ടപ്പെട്ടവർ വിടുവിക്കപ്പെടും. ഈ ദേശത്ത് ഇങ്ങനെ കർത്താവിനെ കാണിക്കുന്നു ഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം ജനമുണ്ട്. ഈ ദേശത്തിന് മേൽ അങ്ങനത്തെ ഒരു കെട്ട് ഞാൻ കാണുന്നു. ഭ്രാന്ത് പിടിച്ചവർ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലം. അതിനെ അതിജീവിക്കാൻ എനിക്കറിയില്ല. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഇങ്ങനെ ചില കുടുംബങ്ങൾ പോലും ഈ പൈശാചിക മണ്ഡലത്തിൽ കിടക്കുകയാണ്. ദൈവം അതിനെ തല്ലി പൊളിക്കാൻ പോകുകയാണ്. ഇതൊരു ഇരുട്ടിന്റെ വ്യാപാരമാണ്. ഇതൊരു ഇരുട്ടിന്റെ കെട്ടുകളാണ്. ദൈവം അതിനെ പൊളിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഈ ദേശത്ത് മരച്ചില്ലകളുടെ ഇടയിലൂടെ വെളിച്ചം വന്ന് കയറുന്നത് പോലെ ഈ ദേശത്തിന്റെ മേലൊരു വെളിച്ചം വീശാൻ പോകുകയാണ്. ഒരുമിച്ച് ദൈവത്തിന് മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം നമുക്ക്. എനിക്കറിയില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളെ ശുശ്രൂഷിക്കാനാണ് നിന്നത്. പക്ഷേ ആത്മമണ്ഡലത്തിൽ എന്തോ വിടുതലുകൾ നടക്കുന്നു. ഞാൻ കയറിയപ്പോഴേ കർത്താവ് പറഞ്ഞു, ആത്മമണ്ഡലത്തിൽ ഷെയ്ക്കിങ് നടക്കുക. ഇതിന്റെ റിസൾട്ടായിട്ട് സംഭവിക്കുന്നത് ഇന്നലകളിൽ നിങ്ങൾക്ക് മുടങ്ങിപ്പോയി പലതും കിട്ടും. കേട്ടില്ല. നിങ്ങളുടെ ലൈഫിലെല്ലാം ഇന്നലകളിൽ മുടങ്ങിപ്പോയത് ലഭിക്കും. ഇന്നലകളിൽ നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും. കാരണം ആത്മമണ്ഡലത്തിൽ ചിലത് ഇളക്കം സംഭവിച്ചിരിക്കുന്നു. ചില ബ്ലോക്കുകൾ അഴിയുകയാണ്. ആത്മമണ്ഡലത്തിൽ നിന്ന് ചിലത് നിങ്ങളിലേക്ക് വരികയാണ്. ഈ തടയുന്ന ദുഷ്ടശക്തി മാറുന്നു. ദാനിയേൽ ഉപവസിച്ചപ്പോൾ തന്നെ ഇറങ്ങി വന്നത് തടഞ്ഞത് ദൈവം ഒന്ന് പൊട്ടിക്കുകയാണ്. കേട്ടില്ല? ഒന്നുകൂടെ ആമേൻ പറഞ്ഞാട്ടെ. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഇറങ്ങി വന്നു, പക്ഷേ അത് തടയപ്പെടുകയാ. എന്നാൽ ഇന്ന് കർത്താവ് അത് പൊളിക്കുകയാ. വിശ്വസിക്കുന്നവർ വായികളെ തുറന്നൊരു ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുത്ത ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് എന്നോട് പറയുന്നു, ഇങ്ങനെ നിൽക്കാൻ പ്രയാസമുള്ള ഈ നട്ടുവുകൾക്ക് പ്രോബ്ലമുള്ള വ്യക്തികൾ ദൈവം അവരെ വിടുവിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. നിന്നെ നിവരെ നിർത്താൻ പോവുക. യഗസ്കേലിന്മേൽ ദൂത് വന്നതുപോലെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവനെ നിവരെ. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് കൈപൊക്കിയാട്ടെ. അങ്ങനെ ഭാരമുള്ളവരെന്ന് കൈപൊക്കിയാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനത്തെ കെട്ടുകൾ കർത്താവ് പൊട്ടിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. അങ്ങനത്തെ ചില ബ്ലോക്കുകളെ ദൈവം അഴിക്കുന്നത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 1-2 മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. കാതുകളുമായി ബന്ധപ്പെട്ട് ചെവിയുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേലൊരു സൗഖ്യം വ്യാപരിക്കുന്നു. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിയാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിയാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സൗഖ്യങ്ങൾ നടക്കട്ടെ. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കണം. എന്തോ ഒരു ഭയങ്കര വിടുതലിന്റെ ആത്മാവ് ഇവിടെ ചലിക്കുന്നത് ഞാൻ കാണുന്നു. ഒരു സൗഖ്യത്തിന്റെ ഒരു സ്ഥലമായി ദൈവത്തിനെ മാറ്റുകയാണ്. ബെഥെസ്ദ കുളം പോലെ ഒരു കുളമാക്കി ദൈവം മാറ്റുകയാണ്. ഇവിടെ സൗഖ്യമാക്കുന്ന ഒരു ദൈവിക അന്തരീക്ഷം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ.